നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനുമായുള്ള എല്ലാ വ്യാപാര സാമ്പത്തിക ഇടപാടുകളും UAE നിർത്തിവെച്ചു. മേഖലയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും UAE താൽക്കാലികമായി നിർത്തിവെച്ചു. മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഈ തീരുമാനം പ്രാബല്യത്തിലുണ്ടാകുമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമാണ് ഈ നടപടിയെന്ന് UAE വ്യക്തമാക്കി. ടെഹ്റാനിൽ നിന്ന് 2 ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് UAE ഈ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയത്. സമുദ്ര ഗതാഗതത്തെ ലക്ഷ്യം വെച്ചായിരുന്നു മിസൈൽ വിക്ഷേപണമെന്ന് UAE വിലയിരുത്തുന്നു. കടലിൽ പതിച്ച മിസൈലുകളിൽ ഒന്ന് UAEയുടെ സമുദ്ര അതിർത്തിക്കുള്ളിലായിരുന്നു. ഇമ്രാൻഖാനുമായി ജയിലിൽ കൂടിക്കാഴ്ച നടത്തി കുടുംബം. ജയിലിൽ കഴിയുന്ന പാക് മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് പാർട്ടി സ്ഥാപകനുമായ ഇമ്രാൻഖാൻ 9 മാസത്തിനു ശേഷം ഭാര്യ ബുഷ്ര ബീബിയുമായും സഹോദരിമാരുമായും റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഇമ്രാൻഖാന്റെ ആരോഗ്യം വഷളാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ആഴ്ചയിൽ ഒരിക്കൽ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ സുപ്രീം കോടതി അനുമതി നൽകിയതിനു പിന്നാലെയാണ് കൂടിക്കാഴ്ച നടന്നത്. വിവിധ കേസുകളിലായി 2023 മുതൽ അഡിയാല ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ നിലവിൽ അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിൽ 14 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ആറന്മുളയിലെ തിരുവോണത്തോണി പമ്പയാറ്റിൽ മുങ്ങി. ദ്വാരം വീണതോടെ വെള്ളം കയറിയാണ് തിരുവോണത്തോണി മുങ്ങിയത്. ദേവസ്വം ബോർഡിന്റെ പരിചരണം ഇല്ലായ്മയാണ് തിരുവോണത്തോണിയുടെ കേടുപാടിന് കാരണമെന്നാണ് ആക്ഷേപം. ആറന്മുള ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രധാനമാണ് തിരുവോണത്തോണി. കാട്ടൂർ മനയിലെ കാരണവർ ആറന്മുള പാർത്ഥസാരഥിക്ക് തിരുവോണ സദ്യയ്ക്കായുള്ള വിഭവങ്ങളുമായി എത്തുന്ന വഞ്ചിയാണ് തിരുവോണത്തോണി എന്ന പേരിൽ പ്രസിദ്ധമായത്. ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് തിരുവോണത്തോണി സംരക്ഷിക്കുന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥരോട് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ച് സുപ്രീം കോടതി. ശമ്പള പരിഷ്കരണം സംബന്ധിച്ചുള്ള എയ്ഡഡ് കോളേജ് അധ്യാപകരുടെ കോടതിയലക്ഷ്യ കേസിൽ ഹൈക്കോടതിയിൽ ഹാജരാകാൻ കേരളത്തിലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്ക് സുപ്രീം കോടതി നിർദ്ദേശം. അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് എന്നിവരോടാണ് കോടതിയലക്ഷ്യ കേസിൽ ഹൈക്കോടതിയിൽ ഹാജരാകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. KR ജ്യോതിലാലിനോടും ഷർമിള മേരി ജോസഫിനോടും കോടതി അലക്ഷ്യ കേസിൽ നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇരുവരും മറ്റു ചില ഉദ്യോഗസ്ഥരും സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സർക്കാരിന്റെ മറുപടി അറിയാൻ ഇതല്ലാതെ മറ്റു മാർഗം ഇല്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. തലകറങ്ങി റോഡിൽ വീണ വഴിയാത്രക്കാരന് കരുതലായി ഗവർണർ. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട റോഡിൽ വീണ വഴിയാത്രക്കാരന് സഹായവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ലോക് ഭവൻ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നതിനിടെയാണ് വഴിയാത്രക്കാരനായ ഗിരീഷ് തലകറങ്ങി റോഡിൽ വീണത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടിയതിനെ തുടർന്നാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതെന്നാണ് അറിയുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഗിരീഷിന്റെ അടുത്തെത്തി ഏകദേശം 15 മിനിറ്റ് സ്ഥലത്ത് തുടരുകയും ആരോഗ്യനില അന്വേഷിക്കുകയും ചെയ്തു. ആവശ്യമായ സഹായങ്ങൾ നൽകാനും ഗിരീഷിനെ ആശുപത്രിയിൽ എത്തിക്കാനും ഗവർണർ തന്റെ സ്റ്റാഫിന് നിർദ്ദേശം നൽകി. ഗിരീഷ് നൽകിയ ഫോൺ നമ്പറിൽ ഗവർണറുടെ സ്റ്റാഫ് ബന്ധപ്പെടുകയും വീട്ടുകാരെ വിവരം അറിയിക്കുകയും ചെയ്തു. വെള്ളയമ്പലം ആൽത്തറ ദേവി ക്ഷേത്രത്തിന് സമീപമാണ് ഗിരീഷിന്റെ വീട്. ഹൈബ്രിഡ് കഞ്ചാവുമായി DYFI നേതാവ് പിടിയിൽ. തൊടുപുഴ ഇടവെട്ടിയിൽ ലഹരിമരുന്നുമായി DYFI നേതാവടക്കം 4 പേർ പിടിയിൽ. DYFI തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TM ഷിയാസ്, ആശിഷ്, നിഹാൻ, അർഷദ് എന്നിവരെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓട്ടോറിക്ഷയിലും കാറിലുമായി സഞ്ചരിച്ചിരുന്ന ഇവരുടെ കൈവശം 19 ഗ്രാം MDMAയും ഹൈബ്രിഡ് കഞ്ചാവും ഉണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു. ലഹരിക്കെതിരെ നേരത്തെ ശക്തമായ പ്രചരണം നടത്തിയിരുന്ന ആളാണ് ഷിയാസ്. അതേസമയം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് മുൻപ് ഷിയാസിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നതായും വിവരമുണ്ട്. വഖഫ് ബോർഡിലെ അമുസ്ലിം നിയമനം സുപ്രീം കോടതി വിധിക്ക് ശേഷം. വഖഫ് ബോർഡിലെ അമുസ്ലിം അംഗങ്ങളുടെ നിയമനം സുപ്രീം കോടതി വിധിക്ക് ശേഷമെന്ന് സംസ്ഥാന സർക്കാർ. വഖഫ് ബോർഡിൽ സങ്കീർണത സൃഷ്ടിക്കാനില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചു.
ബോർഡിലെ ഒഴിവ് ആദ്യം നികത്തിക്കൂടെ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. അതേസമയം നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ ബുദ്ധിമുട്ടിക്കാനില്ലെന്ന് കോടതി വ്യക്തമാക്കി. സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് മറ്റ് അംഗങ്ങളെ നിയമിക്കാം. ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതും സർക്കാരിന്റെ അധികാരമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. ബ്ലീച്ചിംഗ് പൗഡർ അഴിമതി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ. ബ്ലീച്ചിംഗ് പൗഡർ ഇടപാട് ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ആരോഗ്യമന്ത്രി കത്ത് നൽകി. പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ ആരോഗ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി. പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തിയ അന്വേഷണം ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നതാണെന്നാണ് വിലയിരുത്തൽ. മഴക്കാല ശുചീകരണത്തിന്റെ പേരിൽ ഉയർന്ന വിലയ്ക്ക് ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിൽ ക്രമക്കേടാണെന്നാണ് ആരോപണം. പാലാ നഗരസഭ അധ്യക്ഷയായി ഇടതു പിന്തുണയോടെ UDF വിമത വിഭാഗം സ്വതന്ത്ര. പാലാ നഗരസഭ അധ്യക്ഷയായി UDF വിമത വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം മായ രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളാണ് മായയ്ക്ക് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി റിയ ചീരാംകുഴിയെ പരാജയപ്പെടുത്തിയാണ് മായ രാഹുൽ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയത്. റിയയ്ക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 വിമത കോൺഗ്രസ് അംഗങ്ങളിൽ 4 പേരും മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തെ 12 അംഗങ്ങളും മായ രാഹുലിനെ പിന്തുണച്ചു. വിമത അംഗമായിരുന്ന ലിസിക്കുട്ടി മാത്യു ഔദ്യോഗിക കോൺഗ്രസ് പക്ഷത്തേക്ക് തിരികെ പോയിരുന്നു. UDF ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം കഴിഞ്ഞ മാസം അവിശ്വാസത്തിലൂടെയാണ് പുറത്തായത്. പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് 5 UDF അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് UDFന് ഭരണം നഷ്ടമായത്. വീട്ടിൽ ചാർജ് ചെയ്യുന്നതിനിടെ ഇലക്ട്രിക് സ്കൂട്ടർ പൊട്ടിത്തെറിച്ച വൻ തീപിടുത്തം. കോട്ടയ്ക്കൽ ഈസ്റ്റ് വില്ലൂരിലാണ് സംഭവം. തീപിടുത്തത്തിൽ ഇലക്ട്രിക് സ്കൂട്ടർ പൂർണ്ണമായും സമീപത്ത് നിർത്തിയിട്ടിരുന്ന 2 കാറുകൾ ഭാഗികമായും കത്തിനശിച്ചു. ചാർജിങ്ങിനിടെയുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആകാം ഇലക്ട്രിക് സ്കൂട്ടർ പൊട്ടിത്തെറിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക സംശയം. അപകടത്തിന്റെ കൃത്യമായ കാരണം ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധരുടെയും പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ എന്ന് അധികൃതർ അറിയിച്ചു.